കുറച്ച് നാളായി ഒരു കാട്ടുപന്നിയെ വെടി വെച്ചിട്ടിട്ട്. ഇല്ലേ ഹായ്, ഇരട്ടക്കുഴൽ ചപ്പാത്തി. ചപ്പാത്തി അല്ല, ഇരട്ടക്കോഴിൽ തുപ്പാക്കി. അതെന്താ ഷൂട്ടിംഗ്. ഏത് സിനിമയുടെ എനിക്കൊരു വേഷം തരുമോ? വേഷ തരാം. എടാ, കാട്ടുപന്നി എവിടെ വെക്കാൻ വേണ്ടി വന്നാണ് ഷൂട്ടിംഗ്. പന്നി വെടിവെക്കാനോ? വെടിവെക്കണം. ഇവിടെ ഭയങ്കര ശല്യമാണ് പന്നി. ആണല്ലേ? നമ്മളെ വീട്ടിലൊക്കെ വരും. നമ്മളെ വീട്ടിൽ വന്ന് അവിടുത്തെ നമ്മളെ കോഴിക്കൂടൊക്കെ കുത്തിമറിച്ച് കോഴികളൊക്കെ ചത്തുപോയി. എന്റെ ഭാര്യ ഭയങ്കര കരച്ചിലായിരുന്നു. അവൾ അച്ഛൻ മരിച്ചപ്പോ പോലും അവളിങ്ങനെ കരഞ്ഞിട്ടില്ല. അവൾ അച്ഛൻ മുട്ട ഇടില്ലല്ലോ. പിന്നെ വീട്ടിൽ വേറെ ഉണ്ട്, കുറുനരി വരും. കുറുനരി മോട്ടിക്കാൻ വരും. നമ്മളെ വീട്ടിൽ നിന്ന് മോട്ടിക്കൂല. കുറുനരി സെലക്റ്റീവ് ആണ്. അവിടെ വരുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പറയും, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കേ ചെയ്യരുത്. അപ്പൊ കുറുനരി ഇങ്ങനെ തലയും കുനിച്ച് ഇളിപ്പനായി നടന്നു പോകും. കുടുംബമൊത്തം എങ്ങനെ ആയിപ്പോയല്ലോ. നമസ്കാരം. നമസ്കാരം. ഞാൻ പഞ്ചായത്തിൽ നിന്ന് വിട്ട മിഷൽ. പഞ്ചായത്തിൽ നിന്ന് മിസൈലൊക്കെ വിട്ടു തുടങ്ങിയോ? രണ്ടെണ്ണം കൊണ്ട് ട്രംപിനോട് ആവശ്യം വരും. മിസൈൽ അല്ല, മിഷൽ. പള്ളിയിൽ എനിക്ക് ഇട്ട പേരാണ് മിഷൽ. എല്ലാരും എന്നെ വിളിക്കുന്ന വാറുണ്ണി എന്നാണ്. ഓ, അത് തെളിയിക്കാനാണ് ഇവിടെ ഉണ്ണി വെച്ചിരിക്കുന്നത്. ഉണ്ണി മൂന്നിന് ഡേറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഉണ്ണി വെച്ചത്. നിങ്ങൾ ആരാണ് മനസ്സിലായില്ല? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ കണ്ടിട്ടാണ് പറഞ്ഞത്, അയാളല്ല. ഒന്ന് പറഞ്ഞു തീരട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പിളിക്കുട്ടൻ. ഞാൻ പാല് മേടിക്കാൻ പോയി. രാത്രിയാ? രാവിലെ ചായ ഇട്ട് കുടിക്കണം. രാവിലെ പോയാ പോരെ? രാവിലെ ഉറക്കം എണീക്കുമ്പോ താമസിക്കും. അതുകൊണ്ട് എവിടെ നിന്ന് വാങ്ങിച്ചത്? ഇത് മറ്റേ രവി മുതലാളിയുടെ വീട്ടിൽ നിന്ന്. അവിടെ എരുമയുണ്ട്. ആ എരുമ ഭയങ്കര പൈസക്കാരനാണ് രവി മുതലാളി. എരുമയ്ക്ക് ബബിൾ കോക്ക് മേടിച്ചു കൊടുക്കും. എരുമയ്ക്ക് ബബിൾ കോ? ഞാൻ ചെല്ലുമ്പോ ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും. ഇറക്കൂല, തുപ്പിക്കളെ. അതിനറിയാം തൊണ്ടയിൽ ഒട്ടുവന്ന്. എത്രയും നടന്നു പോകുന്നത്. ഇതൊന്നും കയ്യില്? ഇത് തേങ്ങ. നല്ലതാണോ? അറിഞ്ഞൂടാ, അവിടെ കിടന്നെയാ. നോക്ക്. പിടിച്ച വെള്ളത്തില്ല, ഒന്നുമില്ല. ഒന്നും കാണത്തില്ല. അത് തന്നെ. ഇത്രയും ദൂരം നടന്നു പോകുന്നത്. വീട്ടിലൊരു എരുമ വാങ്ങിച്ച് കെട്ടിയാ പോരെ? വീട്ടിൽ പശു ഉണ്ടല്ലോ. പശുവിനെ കറക്കണം. പശു എണീക്കുമ്പോ എന്നെ കാട്ടി താമസിക്കും. ഉറങ്ങി കിടക്കുമ്പോ കറക്കണം. ഉറങ്ങി കിടക്കുമ്പോ അങ്ങനെ ചെയ്തുവിടുന്ന ഭാര്യ പറഞ്ഞു. പറയാനോ നമ്മളിക്കൂട്ടാ. പിന്നെ ഈ പശുവിനെ ഞങ്ങൾ കറന്നിട്ട് പാല് സൊസൈറ്റി കൊടുക്കും. പക്ഷെ പശുവിനെ അറിയിക്കില്ല. അറിയിച്ചാൽ അത് കോപ്പിറൈറ്റിന് കേസ് കൊടുക്കും. കഷ്ടം തന്നെ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, എല്ലാരും ഉണ്ട്. അതെ, എനിക്ക് തോക്കം തരുമോ? തോക്ക് ഞാൻ തരത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. കാരണം ഈ തോക്ക് എന്റെ മോനെ പോലെയാണ്. അപ്പൊ നിങ്ങളെ ഭാര്യയാണോ പീരങ്കി? ഭാര്യയെ കുറിച്ച് അങ്ങനെ പറയരുത്. സത്യം പറഞ്ഞ എന്റെ കല്യാണം എന്ന് പറഞ്ഞ ഭയങ്കര ഒരു ആദ്യ സാഹസികതയായിരുന്നു. പണ്ട് ഞാൻ ഇതൊക്കെ കാട്, വെറും കാട്. ഈ കാടൊന്നും ഒന്നുമല്ല. പണ്ട് ഞാൻ വയനാട് വനത്തിലായിരുന്നു. വനം ഇവിടൊക്കെ കാടാണ് സാറേ. ഈ കാടും വനമായിട്ടുള്ള വ്യത്യാസം എന്തുവാ? വനത്തിൽ വന്യമൃഗങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. കാട്ടിൽ കാട്ടുജന്തുക്കൾ. ഒരറിവും ചെറുതല്ല കേട്ടോ. ചെറുതല്ല. അന്ന് പഞ്ചായത്തിനെ നിയമിച്ചത് വയനാട് നിന്ന് കാട്ടുപന്നി വെടിവെക്കാനാണ്. എന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ നിയമിച്ചിരുന്നു, ജെന്നി. അവളെ കണ്ടപ്പോ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആദ്യമായിട്ട് കാട്ടിൽ വെച്ച് ഞാൻ എന്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞു. അതിശയം, അവക്കും എന്നെ ഇഷ്ടമായിരുന്നു. അങ്ങനെ കാട്ടിൽ വെച്ച് ഞാൻ കാട്ടുവള്ളി പറിച്ചെടുത്ത് അവൾക്ക് താലി കെട്ടി കൊടുത്തു. പിന്നെ കാടല്ലേ, ആദ്യ രാത്രി ആഘോഷിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാലൊന്നും കിട്ടില്ല. പക്ഷെ ഒരു വാറ്റുണ്ടായിരുന്നു, അത് ഞാൻ അടുത്ത് വെച്ചു. ഭാര്യ നേരെ കാട്ടുകുളത്തിൽ പോയിട്ട് നല്ല കാച്ചി എണ്ണ തേച്ച് കുളിച്ചു. അത് കൈന്നിട്ട് കാച്ചിയതല്ലേ? കാട്ടിലെവിടെയാണ് കാച്ചി എണ്ണ? ഞാൻ പറയട്ടെ. അങ്ങനെ അവൾ കുളിച്ചിട്ട് നേരെ മുല്ലപ്പൂവും ചൂടിയും വന്നു. അങ്ങനെ ചുവന്ന നൈറ്റി ഇട്ട് അവൾ ഇങ്ങനെ അടുത്തടുത്ത് എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവിടെ സത്യം പറഞ്ഞ അങ്ങനെ ഇരുന്നു. ആ മുല്ലപ്പൂവിന്റെ മണവും അവളുടെ സൗന്ദര്യവും ചുവന്ന നൈറ്റിയും കാച്ചി എണ്ണയുടെ മണവും. ഇല്ല, ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് അവൾ എന്റെ അടുത്തേക്ക് വന്നിരുന്നു, തൊട്ടടുത്ത് വന്നിരുന്നു. ഞാൻ സത്യം പറഞ്ഞാലേ അവൾ അടുത്തിരുന്നപ്പം ഇങ്ങനെ ഒരു കുച്ചിയുടെ മണ്ട ഇരിക്കുകയാണ്. ഞാൻ മൂടൗട്ടായി. നേരെ കയറിയില്ലേ, ഔട്ടാവും. അതല്ല, രാത്രിയല്ലേ, ഞാൻ വല്ലാതെ അവസ്ഥയിലേക്ക് ഞാൻ അണ്ണന്ന് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത് അവളെ ഞാനുമായിട്ട് കണ്ണും ഇടഞ്ഞു. ചുണ്ടും ഒരുമാനെ അടുത്തേക്ക് വന്നു. അപ്പൊ പുറകിൽ നിന്ന് പെട്ടെന്നൊരു വിളി. എന്റെ മൂട് പോയി. തന്നെ പുറകിൽ നിന്ന് അങ്ങനെയൊക്കെ സൗണ്ട് വന്ന് നമ്മൾ മൂഡ് ഔട്ട് ആവും. എടാ, പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടെന്ന്. എന്തോന്ന്? അത് ഒരു കാട്ടു വന്നിയ ഏതോ ഒരു ജീവി ഓടിച്ചോണ്ട് വരുന്നു. അയ്യോ പാവം. ഞാൻ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തോക്കെടുത്ത് ചൂണ്ടിയത്. അവള് പറഞ്ഞു, ചേട്ടാ കൊല്ലല്ലേ, നമുക്ക് മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ അടുത്ത് പിടിച്ചിരുത്തി. ഏത് മൃഗത്തിനെ കണ്ടാലും ഇവള് ഒരുക്കും. ഇവിടെ സിന്ദൂരൊക്കെ എടുത്താ പന്നിക്ക് ഇങ്ങനെ തൊട്ട് കൊടുത്തു. പന്നിയെ കിടച്ചെങ്ങ് ഉറക്കി. ഞാനും അവളും അടുത്തടുത്തിരുന്നു. ആദ്യ രാത്രി തുടങ്ങിയാലോ എന്നൊരു ആലോചന. എന്തായാലും അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നേരം വെളുത്തപ്പോഴാണ് ആകെ വട്ടായി പോയത്. ജെന്നി എന്നെ നോക്കി വല്ലാത്തൊരു കളിയാക്കി ചിരി. നേരത്തെ രാത്രി ഒന്നില്ലേ കാട്ടുപന്നി? ഈ ബാലങ്കൻ നായർ വീട്ടിൽ ജോലിക്കുന്ന ജോലിക്കാരിയെ പോലെ സിന്ദൂരം മാഞ്ഞു മാനം മറയ്ക്കാൻ വേണ്ടി ബെഡ്ഷീറ്റും പിടിച്ച് എന്നെ ഇങ്ങനെ കിടന്ന് നോക്കുന്നു. കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞു. കുട്ടികളില്ല.
കുട്ടികളില്ല. ഞങ്ങൾ ആദ്യ രാത്രി തന്നെ അവള് തീരുമാനിച്ചു കല്യാണം കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്ന്. കല്യാണം കഴിഞ്ഞല്ലേ ആദ്യ രാത്രി? അതല്ലെന്ന്, അവള് വേറെ കല്യാണം കഴിച്ചിട്ട് അതിനകത്തുണ്ടാവുന്ന കുട്ടി മതി. വിദ്യാസമ്പന്നയായ കുട്ടി, നിന്റെ വിത്ത് വേണ്ടെന്ന് വിചാരിച്ചു കാണാൻ. പിന്നെ ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അവക്ക്. ആണല്ലേ? എന്താണ് കാര്യം? അവള് ഭയങ്കര ഇതാണ്, വലിയൊരു കഥയാ അത്. അവള് മറ്റേ ഇതാ ട്രിമ്മർ. ആ ട്രിമ്മർ എടുത്താ കഥ കുറച്ച് ട്രിമ്മി. അതല്ലെന്ന്, മറ്റേ നീന്തുന്ന സിമ്മർ. ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാൻ പോയി. പക്ഷേ ആദ്യം പങ്കെടുത്തപ്പോ തന്നെ മറ്റേ ഡിസ്ക് കോളിഫ്ലവർ ആയിപ്പോയി, പങ്കെടുക്കാൻ പറ്റിയില്ല, ഡിസ്ക്വാളിഫൈഡ് അതായിപ്പോയി. അങ്ങനെ ഞാൻ പിന്നെ 7500 സ്വിമ്മിംഗ് സൂട്ടൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു. അയ്യോ, 7500 സ്വിമ്മിംഗ് സൂട്ട് വേസ്റ്റ് ആയില്ലേ? വേസ്റ്റ് ആയില്ല, അതുകൊണ്ടാണ് ഇപ്പൊ അച്ഛൻ സൊസൈറ്റി പാല് കൊടുക്കാൻ പോകുന്നത്. പറയുമ്പോ അയ്യ, പക്ഷെ വിഷ്വലി നല്ല ബ്യൂട്ടിയാ. വേട്ടയൊക്കെ ഇഷ്ടമാണല്ലോ, എന്റെ കൂടെ കൂടിക്കോ. പിന്നെ ഞാൻ എന്റെ അച്ഛൻ വേട്ടക്കാരനല്ലേ. അച്ഛൻ വേട്ടക്കാരനാണ്? അച്ഛൻ വേട്ടയാണ്. പിന്നെ അമ്മക്ക് പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വേട്ടക്കാർക്ക് സാധാരണ കൂടെ പട്ടിയാണോ? നിങ്ങളെ പട്ടിയില്ലേ? എന്റെ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. എവിടെ? സുഖമില്ല, 1 മാസത്തേക്ക് മെഡിക്കൽ ലീവ് കൊടുത്തു. ഇതേതാ മാസം? ഇത് കന്നിമാസം. അപ്പൊ മെഡിക്കൽ ലീവ് അല്ല, അവന്റെ ഉദ്ദേശം വേറെയാ. ഇനി വരട്ടെ. അപ്പൊ അച്ഛൻ ഭയങ്കര വേട്ടക്കാരനായിരുന്നു. അച്ഛൻ ഈ കാട്ടിലുണ്ടല്ലോ, ഗുഹയില് പുലിയെ ഇങ്ങനെ വേട്ടയാടാൻ പോകും. അങ്ങനെ എന്നും പോകും, 1 മാസം എന്നും പോകുമായിരുന്നു. അപ്പൊ അമ്മ ചോറൊക്കെ കെട്ടിക്കൊടുത്തു വിടും. പക്ഷെ പുലിയെ കാണാൻ പറ്റിയില്ല. പിന്നെ അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അച്ഛൻ അവിടെ ഒരു ഹോട്ടൽ തുടങ്ങി, കാട്ടിലെ ഊണെന്ന് ബോർഡും വെച്ചു. അവിടെ കച്ചവടം. വീട്ടിലെല്ലാരും വേട്ടക്കാരി തന്നെ. അപ്പൂപ്പനും അപ്പൂപ്പൻ ഭയങ്കര വേട്ടയായിരുന്നു. അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞോ കിടിലമാണ്. അപ്പൂപ്പൻ കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിച്ചപ്പോ 18 മക്കളുണ്ടായിരുന്നു. 10 വർഷം 18 മക്കൾ. ലോജിക്കലി കറക്റ്റ് ആവുന്നില്ല. അതായത് ഈ വേട്ട അവസാനിച്ചു എന്ന് ഇരയെ തെറ്റിദ്ധരിപ്പിക്കുന്നിടത്താണ് വേട്ടക്കാരന്റെ ബുദ്ധി ഉദിക്കുന്നത്. അതാണ് അപ്പൂപ്പന്റെ ട്രിക്ക്. അമ്മൂമ്മ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പൂപ്പന്റെ നിഴല് കണ്ടാതി അമ്മൂമ്മ കിടുകിടാ പറയും. എത്ര മക്കള്? 18. അടുത്ത് വരുന്നത് കൊല്ലാനാണോ വളർത്താനാണോ അപ്പൂപ്പ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൂപ്പ മരിച്ചുപോയി. അയ്യോ, എങ്ങനെ? മരുന്ന് തീർന്നു. സ്വാഭാവികം. ശ്വാസം മുട്ടിന്റെ മരുന്ന് തീർന്നു, അങ്ങനെ മരിച്ചു. അങ്ങനെ അപ്പൂപ്പനാണ് ഈ വേട്ടയൊക്കെ പഠിപ്പിച്ചതല്ലേ? അപ്പൂപ്പനാണ് അച്ഛനെ വേട്ടയൊക്കെ പഠിപ്പിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട, അപ്പൂപ്പ എനിക്ക് സമ്മാനമായിട്ട് തന്ന അപ്പൂപ്പൻ പിടിച്ച പുലിയുടെ നഖം. ഇത് പുലി നഖോ? കറുകറാന്നിരിക്കുന്നതാണ് പുലിനകം. പുലിനകോ? കള്ളം പറയാടെ, പുലിനകൊന്നും അല്ല. ഇത് മറ്റേ കുഴിനകം വന്ന പുലിയുടെ നഖം. ആളംപുളിയും കെട്ടി തൂക്കിയിട്ടിട്ട് പുലിനകം. സത്യം പറഞ്ഞാലേ എന്റെ അച്ഛനാണ് ആദ്യം എന്നെ പുലിവേട്ട പഠിപ്പിക്കുന്നത്. അതായത് 1/2 കിലോ ഇറച്ചിയും ഒരു പുതപ്പും ഉണ്ടെങ്കിൽ പുലിയെ ശാസ്ത്രീയമായി എങ്ങനെ പിടിക്കാന്ന് എന്റെ അച്ഛൻ തെളിയിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പുലിമടയുടെ ഫ്രണ്ടിൽ ഇറച്ചി കൊണ്ട് വയ്ക്കും, അച്ഛൻ പുതപ്പ് മൂടി ഇരിക്കും. പുലി ഇറച്ചി എടുക്കുമ്പോൾ പുതപ്പിട്ട് മൂടി പിടിക്കുന്നു, കൊണ്ടുപോകും. ഐഡിയ ആണ്. പക്ഷെ ഒരിക്കൽ പ്ലാനിങ് ഒന്ന് പാളിപ്പോയി. അച്ഛൻ പുലിമടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇറച്ചി വച്ചു, തൊട്ടടുത്ത് പുതപ്പ് മൂടിയിരുന്നു. പുലി വരുന്ന ശബ്ദം അച്ഛൻ കേട്ടതേ ഉള്ളൂ. കണ്ണ് തുറന്നപ്പോഴത്തേക്ക് മുകളിൽ ഫാനും കറങ്ങുന്ന, കയ്യിൽ ട്രിപ്പ് ഇട്ടേക്കുന്നു. പുലിമട എന്ന് പറഞ്ഞ അച്ഛൻ ഇറച്ചി കൊണ്ടുവച്ച റെയിൽവേ തുരങ്കത്തിന്റെ ഫ്രണ്ടിലായിരുന്നു. ട്രെയിൻ ബ്ലോക്ക് ചെയ്തു. ഓടെ അറിഞ്ഞൂടാ. കൈ വരുന്ന വഴിക്കൊന്ന് പുള്ളി. എന്തോ ഇത് തീ കൊണ്ട് പൊള്ളിയത്. കാട്ടുതേങ്ങ ഈ രാത്രി അവിടെ നിന്ന് കിട്ടും. എന്റെ വീട്ടിലുണ്ട്. നിന്റെ വീട്ടിൽ കാട്ടുന്നുണ്ടോ? പിന്നെ എന്റെ അളിയ എന്റെ ആളല്ലേ. അത് ഉറപ്പുണ്ടോ കാട്ടു തന്നെയാണെന്ന്? പിന്നെ ഉറപ്പുണ്ട്. അളിയന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ കാട്ട് ഈ തേനീച്ച കൂട്ടിന്നേ റാണി തേനീച്ച പിടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി, അപ്പൊ ഇത് ഒരുപാടാവും. ബാക്കി തേനീച്ചകളെല്ലാം വരുമെന്ന് പറഞ്ഞു. അളിയൻ ചെന്നിട്ട് റാണിയെ ചെന്ന് പിടിച്ചു. എന്നിട്ട് റാണി മാത്രമല്ലായിരുന്നു, റാണിയുടെ ഭർത്താവ് രാജനും അതിനകത്തുണ്ടായിരുന്നു. സ്വന്തം ഭാര്യയെ കയറി പിടിച്ച് ആരെങ്കിലും വെറുതെ വിടുവോ? രാജാവും മക്കളും എല്ലാം കൂടെ ഓടിച്ചിട്ട് കുത്തി വെച്ച് പരിവൊക്കെ ഇരിക്കുന്നു. കണ്ണൻ കണ്ണു പോലും കണ്ടുകൂടാ. നമ്മളിക്കൂട്ടാ ഈ വേട്ട പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വേട്ട പഠിപ്പിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ ഓരോ രീതിയിലാണ് വേട്ട ചെയ്യേണ്ടത്, മനസ്സിലായോ? ഉദാഹരണത്തിന് ആദ്യം തോക്കെടുത്ത് നേരെ ചൂണ്ടണം. ചൂണ്ടിയിട്ട് നമ്മൾ ഇരയെ ലക്ഷ്യം വെക്കണം, കണ്ണടച്ച് നോക്കണം. മനസ്സിലായോ? ഒന്ന് നോക്കണം. ചൂണ്ടി ഇനി ഇങ്ങോട്ട് വരരുത്, കൂടെ പറ. ഇങ്ങോട്ട് വരരുത്, പോടാ അവിടെ നിന്ന്. അങ്ങനെയാണ് ഈ തോക്കെടുത്ത് കൊണ്ടണം. നീ ചൂണ്ട് ചൂണ്ടി കണ്ണടച്ച് നോക്ക്. നോക്കി എന്ത് കാണുന്നു? മൊത്തം ഇരുട്ട്. 2 കണ്ണും അടയ്ക്കാനല്ല പറഞ്ഞത്, ഒരു കണ്ണടച്ചിട്ട് ഒരു കണ്ണോട് നോക്ക്. നോക്കി അപ്പൊ അവിടെ ഇരയെ കാണാം. ഇനി ട്രിഗർ വലിക്കണം. തീപ്പെട്ടി വലിക്കാം. നിന്നെ കൊണ്ട് ഒന്നും പറഞ്ഞില്ല, നീ പോടെ എവിടെ നിന്ന്? നിന്നെ പഠിപ്പിക്കാൻ എന്നെ വേണം അടിക്കാൻ. കഷ്ടം, എന്റെ സമയം കളഞ്ഞ്. നാണം ഉണ്ടാകും നിനക്ക്? വിവരമില്ല, നാണമില്ല, കഷ്ടം. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനം മരണത്തെക്കാൾ ഭയാനകമായിരിക്കും. എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. നിന്നെ കൊണ്ട് എന്തിനു പറ്റും? ഒരു കാര്യം പറ്റും. Aquastar പാത്തികളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.